റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ പുനരന്വേഷണത്തിൽ അനുബന്ധ കുറ്റപത്രത്തിന്റെ പകർപ്പ് റിപ്പോർട്ടറിന്. പെട്രോൾ പമ്പുടമ TV പ്രശാന്തിന്റെ ബാങ്ക് വിവരങ്ങൾ അനുബന്ധ കുറ്റപത്രത്തിലുണ്ട്. നവീൻ ബാബുവിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപത്തെ CCTVയുടെ മുഴുവൻ ദൃശ്യങ്ങളും അന്വേഷണ സംഘം കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അനുബന്ധ കുറ്റപത്രം ഇന്ന് കോടതി പരിഗണിക്കും. കുടുംബത്തിന്റെ 4 ആവശ്യങ്ങളിലാണ് കോടതി തുടരന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത്. കുടുംബത്തിന്റെ വാദങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നത് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. 1. ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ അന്വേഷണ റിപ്പോർട്ടിൽ തഹസീൽദാർ നൽകിയത് പങ്കാളിത്ത കരാർ എന്നാണ്. അതായത് പ്രശാന്തന്റെ ഈ പെട്രോൾ പമ്പിന് പ്രശാന്തൻ കൂടാതെ മറ്റൊരു അവകാശി കൂടിയുണ്ട് എന്നതായിരുന്നു. എന്നാൽ കളക്ടറേറ്റിൽ വിവരാവകാശ അപേക്ഷയിലൂടെ പ്രസ്തുത രേഖ ആവശ്യപ്പെട്ടപ്പോൾ അത്തരമൊരു രേഖ നിലവിലില്ലെന്ന് മറുപടിയിൽ പറയുന്നു. ഒരു രേഖ ഔദ്യോഗിക റിപ്പോർട്ടിൽ പരാമർശിക്കുകയും അത് പിന്നീട് അപ്രത്യക്ഷമാകുകയും ചെയ്തത് വൈരുദ്ധ്യമാണ്, ദുരൂഹമാണ്. ഔദ്യോഗിക രേഖ നശിപ്പിക്കാനുള്ള സാധ്യത കാണുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരാരോപണം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പ്രശാന്ത് TVയുടെ CDRൽ അഥവാ കോൾ ഡാറ്റ റെക്കോർഡിൽ 6/10/2024 മുതൽ 15/10/2024 വരെ 9 ദിവസത്തെ വിവരങ്ങളില്ല. ഇത് സംശയാസ്പദമാണെന്നും പ്രശാന്ത് TVയുടെ പ്രസ്തുത തീയതിയിലെ CDR ഇല്ലാത്തത് യാദൃച്ഛികതയല്ലെന്നും ഈ തീയതികൾ അന്വേഷണത്തിൽ നിർണായകമാണെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. യഥാർത്ഥത്തിൽ ഇത് പരിശോധിച്ച് അനുബന്ധ കുറ്റപത്രത്തിൽ ചേർത്തിട്ടുണ്ട്. അതിൽ പക്ഷേ സംശയകരമായി ഒന്നും കാണുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ACP രത്നകുമാർ വിരമിക്കുന്നതിന് തൊട്ടു മുൻപ് കുറ്റപത്രം സമർപ്പിച്ചു. ശേഷം ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ വാർഡ് 22 നിന്നും CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ചു. SITയിലെ വിശ്വാസ്യത സംശയാസ്പദമാകുന്നു. ഒരു ഫെയറായ ഒരു അന്വേഷണം ഈ ഉദ്യോഗസ്ഥരിൽ പിന്നീട് ആ പാർട്ടിയുടെ തന്നെ സ്ഥാനാർത്ഥിയായ അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നടന്നിട്ടുണ്ടോ? കുടുംബത്തിന് സംശയമാണ്. പ്രധാനപ്പെട്ട ചോദ്യമാണ്. 2024 ഒക്ടോബറിൽ വിജിലൻസ് ഓഫീസറായി സേവനമനുഷ്ഠിച്ച ബിനു മോഹനും PP ദിവ്യയും തമ്മിൽ നിരവധി കോളുകൾ നടന്നതായി CDR വ്യക്തമാക്കുന്നുവെന്നും പ്രസ്തുത ഉദ്യോഗസ്ഥനെ കണ്ണൂർ ടൗൺ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറായി നിയമിച്ചുവെന്നതും ദുരൂഹമാണെന്നും പറയുന്നു. വിജിലൻസ് ഓഫീസറും പ്രതിയും തമ്മിലുള്ള ആശയവിനിമയ രഹസ്യ വിവരങ്ങളുടെ ചോർച്ച, ഗൂഢാലോചന സംബന്ധിച്ച വിവരങ്ങൾ സംശയങ്ങൾ ഉണ്ടാക്കുന്നതായിട്ടാണ് കുടുംബം പറയുന്നത്. അതുകൊണ്ട് കാണാതായ പങ്കാളിത്ത രേഖ ഹാജരാക്കാനും അത് അപ്രത്യക്ഷമായതിനെക്കുറിച്ച് അന്വേഷിക്കണം. 2. പ്രശാന്ത് TVയുടെ പൂർണ്ണമായ CDR സേവനദാതാവിൽ നിന്ന് നേരിട്ട് ലഭിക്കാൻ നിർദ്ദേശിക്കണം. 3. ACP രത്നകുമാറിന്റെയും ശ്രീ ബിനു മോഹന്റെയും പങ്കിനെക്കുറിച്ച് ഒരു സ്വതന്ത്ര അന്വേഷണത്തിന് നിർദ്ദേശിക്കണം. നീതിയുടെ താൽപര്യാർത്ഥം ഈ ബഹുമാനപ്പെട്ട കോടതിക്ക് ഉചിതവുമാണെന്ന് തോന്നുന്ന മറ്റുത്തരവുകൾ പുറപ്പെടുവിക്കുക എന്നതായിരുന്നു. ഇതനുസരിച്ച് കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് SIT അന്വേഷിച്ച കാര്യങ്ങൾ കൂടി പറയാം. 1. TV പ്രശാന്തിന്റെ കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പണയം വെച്ചതിന്റെ രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ അന്വേഷിച്ചു. അത് കിട്ടി എന്നാണ് മനസ്സിലാക്കുന്നത്. അത് ദിവ്യയ്ക്ക് അനുകൂലമാണ്, നവീൻ ബാബുവിന്റെ കുടുംബത്തിനെതിരുമാണ്. നവീൻ ബാബുവിന്റെ ഔദ്യോഗിക വസതിക്ക് സമീപത്തെ CCTVയുടെ ദൃശ്യങ്ങളുടെ ശേഖരണവും ഉണ്ടായിട്ടുണ്ട്. നവീൻ ബാബുവിന്റെ ക്വാർട്ടേഴ്സിലേക്ക് ഈ പ്രശാന്തൻ എത്തി എന്നത് ആ ദൃശ്യങ്ങളിലുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രതിയുടെ 1/1/2024 മുതൽ 11/15/2024 വരെയുള്ള 2 ഫോണുകളുടെയും CDR ശേഖരിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ സംശയാസ്പദമായി ഒന്നും തന്നെയില്ല. TV പ്രശാന്ത് പരാതി നൽകാനെത്തി എന്ന് പറയുന്ന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ ഉദ്യോഗസ്ഥർ മൊഴിയെടുത്തു. അവർ പരാതി നൽകാനെത്തി എന്നൊരു വിവരം കൊടുത്തുവെന്നും അറിയുന്നു. അർജുൻ കല്യാടോട് കൂടുതൽ വിവരങ്ങളുമായി. അർജുൻ കല്യാട്, ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടനി കഴിഞ്ഞ വിഷയമാണ്. അതിൽ CBI അന്വേഷണം വേണ്ടതില്ലെന്ന് സുപ്രീം കോടതി വരെ തീരുമാനമെടുത്തതാണ്. ആ കേസാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 6ാം വകുപ്പ് പ്രകാരം CBIക്ക് കൈമാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. സുപ്രീം കോടതി വരെ CBI അന്വേഷണം ആവശ്യമില്ലെന്ന് പറഞ്ഞ കേസിൽ CBI അന്വേഷണത്തിന് പോകുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോടതിയുടെ ഉത്തരവോടുകൂടി കൂട്ടിച്ചേർത്തിരിക്കുന്ന അനുബന്ധ കുറ്റപത്രത്തിലെ കണ്ടെത്തലുകൾ ഈ അന്വേഷണത്തിന് എങ്ങനെയാണ് സഹായിക്കുക? ഈ അന്വേഷണത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്? ഇപ്പോൾ അനുബന്ധ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ എന്തെങ്കിലും PP ദിവ്യക്കെതിരായിട്ടുണ്ടോ? അർജുൻ കല്യാൺ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. തീർച്ചയായിട്ടും അരുൺകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻപ് തന്നെ നവീൻ ബാബുവിൻ്റെ കുടുംബം CBI അന്വേഷണം വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചതാണ്. അത് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഉൾപ്പെടെ ഈ കാര്യം പരിഗണിച്ചതാണ്. പക്ഷേ ആ ഘട്ടത്തിൽ അത് കോടതി വേണ്ടതില്ല, SITയുടെ അന്വേഷണം തന്നെ തുടർന്നാൽ മതി എന്നുള്ള ഒരു തീരുമാനമാണ് അന്ന് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായാണ് CBI അന്വേഷണം എന്നുള്ള ആവശ്യം തള്ളുകയും ചെയ്തത്. എന്നാൽ അതിനുശേഷമാണ്
പുനരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കുടുംബം തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 13 കാര്യങ്ങളാണ് പ്രധാനമായും നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ സൂചിപ്പിച്ചത്. അതായത് 13 ആവശ്യങ്ങളാണ് കോടതിക്ക് മുൻപാകെ വെച്ചത്. അതിൽ പ്രധാനമായും 4 കാര്യങ്ങളാണ് തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി കോടതി കൂടുതൽ വിശദമായൊരു അന്വേഷണം വേണം, അല്ലെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി ശേഖരിക്കണം എന്നുള്ള ഒരു തീരുമാനമെടുത്തത്. ആ 4 ആവശ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, പെട്രോൾ പമ്പ് ഉടമ TV പ്രശാന്തൻ കൊയ്യം സർവീസ് സഹകരണ ബാങ്കിൽ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയാണ് നവീൻ ബാബുവിന് നൽകാനുള്ള 1 ലക്ഷം രൂപ. പ്രശാന്തൻ്റെ മൊഴി പ്രകാരമാണെങ്കിൽ 98,500 രൂപ നവീൻ ബാബുവിന് നൽകിയത്, കൈക്കൂലിയായി നൽകിയത് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയിട്ടുണ്ടോ, അത് ഏത് തീയതിയിലാണ്, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളും ശേഖരിക്കണം എന്നുള്ളൊരു തീരുമാനം കോടതി സൂചിപ്പിച്ചിരുന്നു. ആ വിവരങ്ങൾ ഇപ്പോൾ ശേഖരിച്ചിട്ടുണ്ട്. ഈ മൊഴി നൽകിയ കാര്യങ്ങളെ സാധൂകരിക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഈ അനുബന്ധ കുറ്റപത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ബാങ്ക് മാനേജറുടെയും അവിടെ കളക്ഷൻ ഏജന്റായി ജോലി ചെയ്യുന്ന ആളുടെയും ഒക്കെ മൊഴി കൂടി ഈ അനുബന്ധ കുറ്റപത്രത്തിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിനു പുറമെ നവീൻ ബാബുവിൻ്റെ ഔദ്യോഗിക വസതിക്ക് സമീപത്തുള്ള CCTV ദൃശ്യങ്ങളുടെ മുഴുവൻ ഭാഗങ്ങളും ശേഖരിക്കണം എന്നുള്ള ആവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ ഒരു ഭാഗം, അതായത് ഈ 6/10/2024 തീയതിയിൽ പ്രശാന്തനും അതുപോലെ നവീൻ ബാബുവും ഈ ക്വാർട്ടേഴ്സിന് സമീപത്ത് വെച്ച് പരസ്പരം കാണുന്നതായിട്ടുള്ള ഒരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ്. ആ ഘട്ടത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം അന്വേഷണം നടത്തുകയും അതിൻ്റെ CCTV ദൃശ്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നത്. അതായത് പ്രസ്തുത സമയത്തെ CCTV ദൃശ്യങ്ങൾ മാത്രമാണ് ഹാജരാക്കിയിട്ടുള്ളത്. അത് മാത്രം പോരാ, ആ ദിവസത്തെ മുഴുവൻ CCTV ദൃശ്യങ്ങളും ശേഖരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ആ CCTV ദൃശ്യങ്ങൾ മുഴുവൻ ശേഖരിച്ചിട്ടുണ്ട്. അതിനകത്ത് കൃത്രിമം നടന്നിട്ടില്ല എന്നുള്ളതാണ് ഫോറൻസിക്കിൻ്റെ പരിശോധനാ ഫലത്തിൽ ഉൾപ്പെടെ വ്യക്തമാകുന്നത്. അതിനു പുറമെ ഈ കേസിലെ ഏക പ്രതിയായിട്ടുള്ള PP ദിവ്യയുടെ 1/1/2024 മുതൽ 15/11/2024 വരെയുള്ള 2 ഫോണുകളുടെയും CDR ശേഖരിക്കണമെന്നായിരുന്നു കോടതിയുടെ നിർദ്ദേശം. എന്നാൽ പോലീസ് ശേഖരിച്ചത് 1/3/2024 മുതലുള്ള CDR ആണ്. അതായത് 2 മാസത്തെ CDR കുടുംബം ആവശ്യപ്രകാരം അതിനകത്തില്ല. അപ്പോൾ അതുകൂടി ശേഖരിക്കണമെന്നുള്ള ആവശ്യം കൂടി മുന്നോട്ട് വെച്ചു. ഇപ്പോൾ ഇന്ന് കോടതിയിൽ അതുകൂടി വരും എന്നതാണ് മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനുബന്ധ കുറ്റപത്രത്തിലെ വിവരങ്ങളാണ് ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ കേൾക്കുന്നത്. അനുബന്ധ കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ അനുബന്ധ കുറ്റപത്രത്തിലും PP ദിവ്യക്കെതിരായിട്ടുള്ള വലിയ തെളിവുകളൊന്നുമില്ല. അപ്പോൾ പിന്നെ ചോദ്യം ഇതാണ്, ഇനി CBI അന്വേഷണം എന്താവശ്യപ്പെട്ടാണ് എന്നുള്ളതാണ്. ഈ അനുബന്ധ കുറ്റപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂടി അന്വേഷിക്കാനാണ് കോടതി ആവശ്യപ്പെട്ടത്. അപ്പോൾ കോടതി പറഞ്ഞ മിക്ക കാര്യങ്ങളും SIT അന്വേഷിക്കുന്നു. ആ SITയുടെ അന്വേഷണത്തിൽ ഇനി എന്ത് പോരായ്മയാണ് ചൂണ്ടിക്കാട്ടുക നോട്ടിഫിക്കേഷനിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യങ്ങൾ കൊലപാതകമാണെന്ന് കുടുംബം സംശയിച്ചാൽ PP ദിവ്യ രക്ഷപ്പെടും. കാര്യം PP ദിവ്യക്കെതിരെയുള്ളത് ആത്മഹത്യാ പ്രേരണയാണ്. ഒരേ സമയം കൊലപാതകവും ആത്മഹത്യാ പ്രേരണ കുറ്റവും നിൽക്കില്ല. നീ കൊലപാതകം ഇല്ലെങ്കിൽ ആത്മഹത്യ, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, എന്തായാലും നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങുമ്പോൾ അറിയാം എന്താണ് അതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ്.